ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നു എന്ന പരാതിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിയമനിർമ്മാണ സഭയിലും തദ്ദേശ സ്വയംഭരണ തലങ്ങളിലും പ്രാതിനിധ്യം ഉറപ്പായാൽ മാത്രമേ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുകയുള്ളൂ. ഇതിന് രാഷ്ട്രീയ കക്ഷികളും അധികാരികളും പൂർണ്ണ പിന്തുണ നൽകണം. പ്രധാന വാർത്തകൾ. യുവജന വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിലപാടുകളുമായാണ് UDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ്. നിയമനിർമ്മാണ സഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഭിന്നശേഷിക്കാർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് ഫോക്കസ്ഡ്. കൊയിലാണ്ടി ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. കണ്ടെയ്നർ ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. യുവജന വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിലപാടുകളുമായാണ് UDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ് പറഞ്ഞു. പെൻഷൻ പ്രായം ഉയർത്താനുള്ള ശുപാർശ തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് DYFI നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ പ്രായം ഉയർത്താനുള്ള ശമ്പള കമ്മീഷൻ ശുപാർശ തള്ളിക്കളയുക, എല്ലാ ഒഴിവുകളിലേക്കും ഉടൻ നിയമനം നടത്തുക, തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് DYFI നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി CPIM ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. യുവജന വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിലപാടുകളുമായാണ് UDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ശിരസ് കുളിക്കുന്ന, ചങ്ക് തകർക്കുന്ന, നെഞ്ചു പുലർക്കുന്ന നൃശംസതയുടെ ഭരണകൂട നയങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ, ചെവി കൊടുക്കാൻ, ആലോചനയ്ക്ക് വെക്കാൻ ഇവർക്ക് അവധിയില്ല, അവസരമില്ല. അതല്ലേ പ്രശ്നം? കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, കാർഷിക വകുപ്പ്, നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, ഏത് വകുപ്പ് എടുത്തു നോക്കിയാലും നിങ്ങൾക്കറിയാം കേരളത്തിലെ വിലക്കയറ്റം അതിരൂക്ഷമാണ്. വില വാണം പോലെയെന്ന് നമ്മൾ പണ്ട് പ്രസംഗിക്കുക. വാണം സുപ്രീം കോടതി പെറ്റീഷൻ കൊടുത്തിട്ട് എന്നെ പറ്റി വേണ്ടാത്ത പറയരുത്, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂലാണ്, പൊന്തിച്ചിട്ട് പൊന്തണ്ടേ. വാണത്തെ നാണം കെടുത്തുന്ന വിധത്തിൽ മാനം തൊടുകയാണ് വിലക്കയറ്റം. ഈ അവസ്ഥയിലേക്ക് കേരളം എത്തുകയാണ്. DYFI ജില്ലാ ട്രഷറർ AM റഷീദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി P നിഖിൽ സ്വാഗതം പറഞ്ഞു. പിങ്കി പ്രമോദ്, സുനിൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊയിലാണ്ടി ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. കണ്ടെയ്നർ ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ചെങ്ങോട്ടുകാവിലുണ്ടായ അപകടത്തെ തുടർന്ന് 4 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദേശീയപാതയിൽ ചെങ്ങോട്ടുകാവിൽ ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. പാലക്കാട് സ്വദേശി ജയനെയാണ് ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച കാലത്ത് 6:30ഓടെയായിരുന്നു അപകടം. മത്സ്യം കയറ്റി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയും കണ്ണൂർ ഭാഗത്തു നിന്നും വന്ന കണ്ടെയ്നർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാരാണ് ലോറി വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ക്രെയിനെത്തി ലോറി മാറ്റും വരെ ഗതാഗതക്കുരുക്ക് തുടർന്നു. നിയമനിർമ്മാണ സഭകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വിവിധ കമ്മിറ്റികളിലേക്കും ഭിന്നശേഷിക്കാർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് ഫോറം ഓഫ് കേരള യൂണിയൻസ് സ്റ്റേറ്റ് ലെവൽ എംപവറിംഗ് ഡിസേബിൾഡ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാർക്കായുള്ള അവകാശ സംരക്ഷണ സെമിനാർ ഓഗസ്റ്റ് 24 നടക്കുമെന്നും അവർ പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അവകാശങ്ങളാണെങ്കിലും പലപ്പോഴും അധികൃതരുടെ ഔദാര്യം കൊണ്ടാണ് ലഭിക്കാറുള്ളത്.
ഭിന്നശേഷിക്കാർക്കായുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമായി അധികാരമുള്ള കമ്മിറ്റികളിലേക്കും നിയമനിർമ്മാണ സഭകളിലേക്കും ഭിന്നശേഷിക്കാരെ പരിഗണിക്കണം എന്ന് ഫോറം ഓഫ് കേരള യൂണിയൻ സ്റ്റേറ്റ് ലെവൽ എംപവറിംഗ് ഡിസേബിൾഡ് ചെയർമാൻ ബാലൻ കാട്ടുങ്ങൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്തും പ്ലാനിംഗ് കമ്മീഷനിലൊക്കെ തന്നെ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കണമെങ്കിൽ പ്രാഥമിക സഭയായിട്ടുള്ള പഞ്ചായത്തിൽ ഒരു വൈകല്യമുള്ള ഒരാൾ വേണം. നിയമനിർമ്മാണ സഭകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വിവിധ കമ്മിറ്റികളിലേക്കും ഭിന്നശേഷിക്കാർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുക, വിവിധ കമ്മിറ്റികളിലേക്ക് നിലവിൽ ചികിത്സ നിർണ്ണയിക്കുന്ന ഡോക്ടർമാർ, പ്രൊഫഷണൽസ്, ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തുന്നതിന് പകരം ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തുക, നിയമസഭയിൽ ആംഗ്ലോ ഇന്ത്യൻസിനെ ഉൾപ്പെടുത്തിയതുപോലെ അതേ സംവരണം നിയമം കൊണ്ട് ഭിന്നശേഷിക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക, കേന്ദ്ര സംസ്ഥാന സർക്കാർ നീക്കിവെക്കുന്ന ഫണ്ടുകൾ കൃത്യസമയത്തിനുള്ളിൽ വിതരണം ചെയ്യുക, അത് വകമാറ്റി ചെലവഴിക്കുന്ന പ്രവണത നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവകാശ സംരക്ഷണ സെമിനാർ നടത്തും. ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് MSS ഓഡിറ്റോറിയത്തിലാണ് ഭിന്നശേഷിക്കാർക്കായുള്ള അവകാശ സംരക്ഷണ സെമിനാർ നടക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റും സിവിൽ സ്റ്റേഷൻ പരിസരവും ഇനി മുതൽ മാലിന്യമുക്തം. 170ഓളം വരുന്ന വിവിധ വകുപ്പുകളിലെ ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശേഖരിക്കാനായി 4 എയറോബിക് കമ്പോസ്റ്റ് ബിന്നുകൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ചു. ജില്ലാ കളക്ടറും പ്രദീപ് കുമാർ MLAയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് സിവിൽ സ്റ്റേഷനും കളക്ടറേറ്റ് പരിസരവും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടവും നിറവ് വേങ്ങേരിയും പ്രൊവിഡൻസ് കോളേജിലെ NSS യൂണിറ്റും സംയുക്തമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നേരത്തെയും നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പ്രദീപ് കുമാർ MLAയുടെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് കളക്ടറേറ്റിലെ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് 4 എയറോബിക് കമ്പോസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചത്. 170ഓളം വരുന്ന കളക്ടറേറ്റിലെ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഭക്ഷണ അവശിഷ്ടങ്ങളും മറ്റും കമ്പോസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ച് ജൈവവളമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാലിക്കറ്റ് എയർപോർട്ടിലാണ് ആദ്യം നിറവ് ഒരു 1.5 വർഷം മുന്നേ നടപ്പാക്കിയത്. അത് വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ത്യയിൽ 20 എയർപോർട്ടിൽ ആ രീതിയിലാണ് നടപ്പാക്കുന്നത്. അത് കൂടാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരായിരുന്നു. 120 മുതൽ 150 വരെ ട്രെയിൻ ഒരു ദിവസം എത്തുന്നത്. അവിടുത്തെ പ്രൊജക്ട് നിറവാണ് ഏറ്റെടുത്തത്. പിന്നെ കുതിരവട്ട ആശുപത്രി, ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കളക്ടറേറ്റ്, ഈ രീതിയിൽ ഇപ്പം 12 പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് റീസൈക്കിൾ ബിന്നിലേക്ക് മാറ്റും. നിറവ് വേങ്ങേരിയുടെ നേതൃത്വത്തിലാണ് മാലിന്യമുക്ത പദ്ധതി നടപ്പിലാക്കുന്നത്. നിറവ് വേങ്ങേരി കോഴിക്കോട് വിമാനത്താവളത്തിലും ഇത്തരം എയറോബിക് കമ്പോസ്റ്റുകൾ സ്ഥാപിക്കുകയും മാലിന്യ സംസ്കരണം വൻ വിജയമാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ഇത്തരം ബിന്നുകൾ സ്ഥാപിച്ചു. ഒരു ബിന്ന് ചുരുങ്ങിയത് 45 ദിവസം ഉപയോഗിക്കാം. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങ് പ്രദീപ് കുമാർ MLAയും ജില്ലാ കളക്ടറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നിറവ് വേങ്ങേരി അംഗങ്ങളും പ്രൊവിഡൻസ് NSS അംഗങ്ങളും കളക്ടറേറ്റ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. സഹകരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ശില അതിന് നേതൃത്വം നൽകുന്നവരിലുള്ള ജനവിശ്വാസമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഈ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കറ്റ് സിറ്റി ജനതാ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ശില ജനങ്ങളുടെ വിശ്വാസമാണെന്നും അത് കാത്തുസൂക്ഷിച്ച് മുന്നേറാൻ സാരഥികൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. എരഞ്ഞിപ്പാലത്തെ കാലിക്കറ്റ് സിറ്റി ജനതാ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ വിശ്വാസമാണ്. ആ സ്ഥാപനത്തിന്റെ സാധ്യതകളെ കുറിച്ച്, അവരുടെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥതയെ കുറിച്ചുള്ള ആ വിശ്വസനീയത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി പ്രവർത്തിച്ച് മുന്നേറാൻ ഈ ബാങ്കിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാലിക്കറ്റ് സിറ്റി ജനതാ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ ജോൺ ജോസഫ്, NGS നാരായണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ. കോഴിക്കോട് സിറ്റി ജനതാ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രോങ് റൂം ഉദ്ഘാടനം MK രാഘവൻ MPയും ലോക്കർ ഉദ്ഘാടനം പ്രദീപ് കുമാർ MLAയും നിർവഹിച്ചു.
KC അബു, PR രാജേഷ്, T സിദ്ദിഖ്, A ശശിധരൻ നമ്പൂതിരി, NK അബ്ദുറഹിമാൻ, NC അബൂബക്കർ, VS വത്സരാജ്, ദിനേഷ് പെരുമണ്ണ, കാലിക്കറ്റ് സിറ്റി ജനതാ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് AV അൻവർ, സെക്രട്ടറി KV സലീം, N റിയാസ്, N ബാലൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. വളകൾക്ക് 5% മുതൽ പണിക്കൂലി. നമുക്ക് ഇവിടെ പോവാട്ടോ. ഹായ്, ഇവിടെ 50% വരെ പണിക്കൂലിയിൽ കുറവ്. നമുക്ക് ഇവിടെ പോവാം. അയ്യോ, ഓണം ഓഫർ. ഫ്രിഡ്ജ്, TV, മിക്സി ഒക്കെ ഫ്രീ. ഇത് മതി, ഇവിടെ മതി. ഇത് ഉറപ്പിച്ചു. ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒക്കെ കാണുമ്പോ മനസ്സിങ്ങനെ കിടന്ന് തുള്ളാതെ ബുദ്ധിപൂർവ്വം ആലോചിച്ചാൽ മനസ്സിലാവും ഇതിന്റെയൊക്കെ പിന്നിലുള്ള സത്യങ്ങൾ. ആ ലാസ്റ്റ് പേജ് ഒന്ന് മറിച്ച്. ഇത് കല്യാൺ. ഇവിടെ ഓണക്കാലം, മഴക്കാലം, കല്യാണക്കാലം ഒന്നുമില്ല. എന്നും കുറഞ്ഞ നിരക്ക. ഇപ്പൊ വീണ്ടും പുതുക്കിയ കുറഞ്ഞ പണിക്കൂലി. പുതുക്കിയ കുറഞ്ഞ പണിക്കൂലി അടക്കം 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. 1ാം സമ്മാനം 25 പവൻ സ്വർണം, 2ാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, 3ാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. ബോണസ് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ വിൽപ്പനശാലകളിൽ ജീവനക്കാർ നടത്തിയ പണിമുടക്ക് അവസാനിച്ചു. കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടറും തൊഴിലാളികൾ സംഘടനകളും ചേർന്ന് നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് അവസാനിപ്പിച്ചത്. കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ വിൽപ്പനശാലകളും കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷനും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കൺസ്യൂമർ ഫെഡ് ജീവനക്കാരെ ബോണസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംയുക്ത സമരസമിതി പ്രക്ഷോഭം ആരംഭിക്കുന്നത്. സംസ്ഥാന വിദേശ മദ്യ വ്യവസായ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ INTUC, CAT ഉൾപ്പെടെയുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും അണിനിരക്കുന്നുണ്ട്. കൺസ്യൂമർ ഫെഡിലെ അഴിമതിക്ക് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നുമാണ് തൊഴിലാളി സംഘടനകളുടെ നിലപാട്. അതേസമയം കൺസ്യൂമർ ഫെഡിലേക്ക് ആവശ്യമായി മദ്യമിറക്കുന്ന കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ CATയും സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഓണക്കാലത്ത് സമരത്തിലൂടെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ആവശ്യങ്ങൾ നേടിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ വ്യത്യസ്തമായ പരിപാടികളോടെ ഓണം ആഘോഷം നടത്തി. സ്കിറ്റുകളും ഓണപ്പാട്ടുകളും പൂക്കളങ്ങളും ആഘോഷങ്ങൾക്ക് മിഴിവേകി. അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിക്ക് നേതൃത്വം നൽകി. കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓണാഘോഷങ്ങൾ വ്യത്യസ്തമായ പരിപാടികളോടെ നടത്തി. സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓണത്തിന്റെ ചരിത്രം പറയുന്ന സ്കിറ്റുകളും പ്രച്ഛന്നവേഷ മത്സരവും ഓണപ്പാട്ടുകളുമായി ആഘോഷിച്ചു. അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കരയുന്ന ഭാരതാംബയുടെ ചിത്രമാണ് വിദ്യാർത്ഥികൾ പൂക്കളമായി ഒരുക്കിയത്. പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും പങ്കെടുത്തു. തുടർന്ന് ഓണസദ്യയും ഒരുക്കിയിരുന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിക്ടോറിയ, സ്റ്റാഫ് സെക്രട്ടറി C രാജമോഹനൻ, സിസ്റ്റർ ക്ലെമൻസി, അധ്യാപകരായ ഷിജു K, രതീഷ്, പ്രശോഭ്, സ്വപ്ന ജെയിംസ്, ലീല ബാലകൃഷ്ണൻ, മെർലിൻ, ഡെയ്സി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഭക്ഷ്യസുരക്ഷയ്ക്കും ഭക്ഷ്യസ്വാശ്രയവും ലക്ഷ്യമാക്കി കോഴിക്കോട് കോർപ്പറേഷന്റെ കുടുംബശ്രീ ഓണച്ചന്തയിൽ തിരക്കേറുന്നു. മുതലക്കുളം മൈതാനിയിൽ ആരംഭിച്ച ചന്ത രാവിലെ 9 മുതൽ രാത്രി 7 വരെ പ്രവർത്തിക്കും. 27-ന് സമാപിക്കുന്ന മേളയിൽ ഭക്ഷ്യവസ്തുക്കളും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. ഓണാഘോഷത്തിന് കുടുംബശ്രീയും ഒരുങ്ങി. ഓണത്തോടനുബന്ധിച്ചുള്ള കുടുംബശ്രീയുടെ ഓണച്ചന്ത മുതലക്കുളം മൈതാനിയിലാണ് നടക്കുന്നത്.
ജൈവ പച്ചക്കറിയും മറ്റു സാധനങ്ങളും സജീവമാകുന്നതേയുള്ളൂ. എന്നാൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന്റെ കൂട്ടത്തിൽ കുടുംബശ്രീയിലെ സ്ത്രീകളും ഉണ്ടാക്കിയ നാടൻ ചട്ടിപ്പത്തിരിയും പഴം നിറച്ചതും ഉന്നക്കായുമെല്ലാം ആവോളം കഴിക്കാം. ഓണച്ചന്തയുടെ ഭാഗമായുള്ള കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവലിലാണ് നഗരത്തിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ വ്യത്യസ്ത വിഭവങ്ങളുമായി എത്തിയിട്ടുള്ളത്. ഫാക്ടറികളിൽ നിന്ന് നേരിട്ടെത്തിച്ച ഗുണമേന്മയുള്ള ബാഗുകളും വിലക്കുറവിൽ ലഭ്യമാണ്. ഉന്നക്കായ്ക്ക് 15 രൂപ, പഴം നിറച്ചതിന് 20, ചട്ടിപ്പത്തിരിക്ക് 15, ഇറച്ചിപ്പത്തിരിക്ക് 25, സമൂസയ്ക്ക് 12 എന്നിങ്ങനെയാണ് വില. 6ഓളം കുടുംബശ്രീ യൂണിറ്റുകളാണ് ഭക്ഷ്യമേളയിലുള്ളത്. കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടാക്കിയ സോപ്പുകളും തുണി കൊണ്ടുണ്ടാക്കിയ പൂക്കളും മറ്റു ഉൽപ്പന്നങ്ങളും ഓണച്ചന്തയിലുണ്ട്. വരും ദിവസങ്ങളിൽ ഓണച്ചന്ത കൂടുതൽ സജീവമാകും. തീരമൈത്രി, പുഞ്ചിരി കുടുംബശ്രീ, കഫേ കുടുംബശ്രീ, തനിമ മൂഴിക്കൽ, അനുഗ്രഹ വെള്ളിമാടുകുന്ന്, TLG ഗ്രൂപ്പ് എന്നിവരുടെ സ്റ്റാളുകളാണ് പ്രധാനമായുള്ളത്. നിർമാല്യം കുടുംബശ്രീയുടെ ചിരട്ട മരം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും മുത്തുകൊണ്ടും കല്ലുകൾ കൊണ്ടും നിർമ്മിച്ച ആഭരണങ്ങളും ശ്രദ്ധേയമാണ്. രാവിലെ 9 മുതൽ 7 വരെയാണ് മേളയുടെ സമയം. ആഗസ്റ്റ് 19 ആരംഭിച്ച ഓണച്ചന്ത 27 സമാപിക്കുക. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ഉപപരിപാടികൾ ജില്ലയിൽ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ ഗോപൂജയും പ്രഭാഷണങ്ങളും നടന്നു. ഭദ്രകാളി ക്ഷേത്രത്തിൽ ബേപ്പൂർ അറക്കിണർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ഗോപൂജയ്ക്ക് M. അജയൻ ശാന്തി നേതൃത്വം നൽകി. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഗോപൂജ ഉത്സവം ആഘോഷിച്ചു. ബേപ്പൂർ നഗരസമിതിയുടെ നേതൃത്വത്തിൽ ഗോപൂജ ഉത്സവം ബേപ്പൂർ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് നടന്നത്. ചടങ്ങിന് മേൽശാന്തി M. അജയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അരേ സമാജം പ്രസിഡന്റ് K. വിജയൻ അധ്യക്ഷനായിരുന്നു. സനാതന ധർമ്മ പാഠശാല സംസ്ഥാന സംയോജകൻ പ്രൊഫസർ നാരായണൻ ഭട്ടതിരിപ്പാട്, K. വാസുദേവൻ, K. ശിവദാസൻ, ലാലു പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഭക്തർക്ക് പുറമെ ശ്രീഭദ്ര UP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ബാലഗോകുലം അംഗങ്ങളും അടക്കം ഒട്ടേറെ പേർ പൂജയിൽ പങ്കെടുത്തു. കൊയിലാണ്ടി MLA K. ദാസൻ വിഭാവനം ചെയ്ത പദ്ധതിയായ ഡീപ്പിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും SSLC, +2, VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഡീപ്പ് മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K. ശാന്ത ഉപഹാരം നൽകി. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC, +2, VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഡീപ്പ് മെറിറ്റ് അവാർഡ് നൽകി അനുമോദിച്ചു. K. ദാസൻ MLA നേതൃത്വം നൽകുന്ന പദ്ധതിയാണ് ഡീപ്പ് മെറിറ്റ് അവാർഡ്. പരിപാടി K. ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ രസകരമായി നമ്മുടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അധ്യാപകർക്ക്, അത് വളരെ രസകരമായി അനുഭവപ്പെടാൻ കഴിയുന്നത് വിദ്യാർത്ഥികൾക്ക്, അതുപോലെ മലയാള കവിതകൾ അതിന് സംഗീതം കൊടുത്ത് നല്ല സീഡിയാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം കൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭാ വൈസ് ചെയർമാൻ T. K. ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ K. ശാന്ത വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. ഡീപ്പ് തയ്യാറാക്കിയ UP വിഭാഗം സാമൂഹ്യശാസ്ത്രം CD നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഓമന പ്രകാശനം ചെയ്തു. ഡോക്ടർ M. രാഘവ വാര്യർ, K. പ്രഭാകരൻ, AO ജവഹർ മനോഹരൻ, അഡ്വക്കേറ്റ് K. സത്യൻ, പന്തലായിനി BPO M. വിനോദ്, KT രമേശൻ, EK അജിത്ത്, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രബിദ്, ഡോക്ടർ PK ഷാജി, ബോയ്സ് പ്രിൻസിപ്പൽ വത്സല, വാസു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വീശിയടിക്കുന്ന കാറ്റിൽ നിന്നും കുലച്ച വാഴകളെ സംരക്ഷിക്കാൻ പുതിയ തന്ത്രങ്ങൾ പയറ്റുകയാണ് മലപ്പുറത്തെ കർഷകർ. 4 ഭാഗത്തു നിന്നും പ്ലാസ്റ്റിക് കയർ കെട്ടി തോട്ടം സംരക്ഷിക്കുന്ന പുതിയ രീതി ഏറെ ഫലപ്രദമാണെന്നാണ് വാഴ കർഷകർ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഴ കൃഷി ചെയ്യുന്ന പ്രദേശമാണ് ചോക്കാട് അമരമ്പലം. സാധാരണ വർഷങ്ങളിൽ വാഴ കുലച്ച് പാകമായി നിൽക്കുന്ന ഘട്ടത്തിൽ ശക്തമായ കാറ്റടിച്ച് വൻ നഷ്ടം സംഭവിക്കാറ് പതിവാണ്. അമരമ്പലത്ത് ഇത്തവണ 10 ഏക്കർ ഭൂമിയിൽ വാഴ കൃഷിയിറക്കിയ കർഷകരാണ് കാറ്റിൽ നിന്നും വാഴക്കുലകളെ സംരക്ഷിക്കാൻ പുത്തൻ രീതി പരീക്ഷിച്ചത്. വാഴത്തോട്ടത്തിന്റെ ഇടയിലായി ഉയരത്തിൽ കമുങ്ങിൻ കഷ്ണങ്ങൾ കുഴിച്ചിട്ട ഒരു വാഴയെ 4 ഭാഗത്തു നിന്നും പ്ലാസ്റ്റിക് കയർ കെട്ടി സംരക്ഷിക്കുന്നതാണ് പുതിയ രീതി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മേഖലയിൽ വീശിയത് കനത്ത കാറ്റായിട്ടും തങ്ങളുടെ വാഴകൾ സുരക്ഷിതമാണെന്നാണ് കർഷകരിൽ ഒരാളായ ബീരാൻകുട്ടി പറയുന്നത്. അത് കാറ്റടിച്ചാൽ വീഴാതെക്കാനില്ല, പിന്നെ മൂത്താണ്ട് കൊല ഒടിയാതെക്കാനും പറ്റും. സുഖമായിട്ട് കൊല്ലം നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ബുക്കൊന്ന് പരീക്ഷ നോക്കാം, നമ്മൾ കൊല്ലം നോക്കട്ടെ. മറ്റേ നമ്മള് തറി കൊടുക്കുകയാണെങ്കിൽ ഇത്ര ബലം കിട്ടൂല, തറി കൊടുത്താൽ കാറ്റടിച്ചാൽ പോകും. ഗൂഡല്ലൂർ, മേട്ടുപ്പാളയം തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഴ കൃഷിയെ സംരക്ഷിക്കാൻ ഇത്തരം രീതികളാണ് തുടർന്നു പോരുന്നത്. പുത്തൻ രീതി പരീക്ഷിച്ച് ഇത്തവണ മികച്ച നേട്ടം സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്തെ ഈ വാഴ കർഷകർ.
വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, ടി.വി, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വോച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. മന്ത്രിയായിരിക്കെ ജയിലിൽ പോകാൻ മഹാഭാഗ്യം ലഭിച്ച ഒരാളെ കേരളത്തിലുള്ളൂ എന്നും അത് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ളയാണെന്നും DCC പ്രസിഡന്റ് KC അബു ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്ഥാനാരോഹണം അരക്കണറിൽ നടന്നു. DCC പ്രസിഡന്റ് KC അബു സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അച്യുതാനന്ദനും പിണറായി വിജയനും ഒരേ വേദിയിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. രണ്ടാളും ഒരുമിച്ചൊരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഏതെങ്കിലും ഒന്നേ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് രണ്ടാളെ ഒരുമിച്ചൊരു വേദിയിൽ കൊണ്ടുവന്നിട്ടില്ല. ഏതായാലും പിന്നെ ഉള്ളത് ആർ ബാലകൃഷ്ണപിള്ളന്റെ കാര്യമാണ്. മന്ത്രിയായിരിക്കെ ജയിലിൽ പോകാനുള്ള മഹാഭാഗ്യം ലഭിച്ച ഒരാളെ കേരളത്തിലുള്ളൂ, അത് ബാലകൃഷ്ണപിള്ള മാത്രമാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TK അബ്ദുൽ ഗഫൂർ അധ്യക്ഷം വഹിച്ചു. DCC സെക്രട്ടറി M റഫീഖ് അഹമ്മദ്, മണ്ഡലം പ്രസിഡന്റ് P മാധവദാസ്, T പുരുഷു, ബേപ്പൂർ രാധാകൃഷ്ണൻ, P കുഞ്ഞിമൊയ്തീൻ, T ശിവദാസൻ, രമേശ് നമ്പേത്ത്, P രാമകൃഷ്ണൻ, VP ബഷീർ, T അഫ്നാസ് അലി, പ്രഭിനീഷ് കൊമ്മടത്ത്, P മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിച്ചു. TK അബ്ദുൽ ഗഫൂറിനെ പ്രസിഡന്റായും അബ്ദുൾ സലീമിനെ ജനറൽ സെക്രട്ടറിയായും A ഉണ്ണികൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 6 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകരും ജീവനക്കാരും ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി പരിസരത്തെ ആക്ഷൻ കൌൺസിൽ ജില്ലാ കൺവീനർ M മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 2 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകരും ജീവനക്കാരും ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ നടത്തി. ആക്ഷൻ കൌൺസിലിന്റെയും സമരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ധർണകൾ നടന്നത്. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി പരിസരത്ത് നടന്ന ധർണ ആക്ഷൻ കൌൺസിൽ ജില്ലാ കൺവീനർ M മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. KGOA ജില്ലാ സെക്രട്ടറി PP സുധാകരൻ, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം K സുരേഷ്, KGNA സംസ്ഥാന പ്രസിഡന്റ് P ഉഷാദേവി, KMCSU കോഴിക്കോട് യൂണിറ്റ് സെക്രട്ടറി NP മുസ്തഫ, PSECU ജില്ലാ പ്രസിഡന്റ് CC ഷെറീന, സമരസമിതി ജില്ലാ കൺവീനർ TM സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വടകര കോട്ടപ്പറമ്പിൽ നടന്ന ധർണ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK സതീഷ് ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടിയിൽ നടന്ന ധർണയ്ക്ക് PK സതീഷ്, P സത്യൻ, KK സുധാകരൻ, VP രാജലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. MM ഹൈസ്കൂൾ സ്കൌട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷൻ ക്ലബ്ബ് ഉദ്ഘാടനവും സൗജന്യ കുട വിതരണവും പ്രിൻസിപ്പൽ CC ഹസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സക്കീർ TV അധ്യക്ഷനായിരുന്നു. MM ഹൈസ്കൂൾ സ്കൌട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷൻ ക്ലബ്ബ് ഉദ്ഘാടനവും സൗജന്യ കുട വിതരണവും സ്കൂളിൽ നടന്നു. പ്രിൻസിപ്പൽ CC ഹസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സക്കീർ TV അധ്യക്ഷനായിരുന്നു. പ്ലാനിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ PTA പ്രസിഡന്റിനെ കാണുകയും അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രതിനിധികളെ കാണുകയും ചെയ്തു. KA അബൂബക്കർ, MTM റാഫി, ഷമീം MT, ഷാനവാസ് E, സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് VS അഹമ്മദ് കോയ, റാഷിദ് അഹമ്മദ്, നിഹാദ്, റസീൽ സിദാൻ, സൽ മുഹമ്മദ്, K മരക്കാർ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആധുനിക നാഗരികതയുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ബാങ്കുകളും നോവലുകളുമെന്ന് എഴുത്തുകാരൻ ഡോക്ടർ KV തോമസ്. പ്രകാശൻ ചുരങ്ങാടിന്റെ മുഷിയാത്ത നോട്ടുകൾ എന്ന നോവലിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാനേഷ് പൂനൂർ പുസ്തകം സ്വീകരിച്ചു. പ്രകാശൻ ചുരങ്ങാട് രചിച്ച് ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മുഷിയാത്ത നോട്ടുകൾ എന്ന നോവൽ നവതരംഗം സാഹിത്യശാഖയുടെ നേതൃത്വത്തിൽ പ്രകാശനം ചെയ്തു.
കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കെ.വി. തോമസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. കാനേഷ് പൂനൂർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ചു. ബാങ്കുകളും നോവലുകളും. നോവൽ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് അർബൻ ബൂർഷ്വാസി എന്നാണ്. ഇടത്തരക്കാരനായ നാഗരികന്റെ ഉൽപ്പന്നമാണ് നോവൽ എന്ന് റാൽഫ് ഫോക്സ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ നാഗരികത ഉള്ള ദിക്കുകളിൽ മാത്രമേ നോവൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത് അവിടെ അർബനൈസ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ രാജ്യത്ത് നോവൽ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള. പൂനൂർ കെ. കരുണാകരൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ആബിദ് പള്ളിപ്പുറം, വി.പി. രാഘവൻ, എൻ. ബാലകൃഷ്ണൻ, കെ. നാരായണൻകുട്ടി, പ്രകാശൻ ചുരങ്ങാട് എന്നിവർ സംസാരിച്ചു. അന്ധവിശ്വാസ ചൂഷണത്തിനെതിരെ നിയമനിർമ്മാണം വേണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. യു. കലാനാഥൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അന്ധവിശ്വാസ ചൂഷണത്തിനെതിരെ നിയമനിർമ്മാണം വൈകരുതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടി മരിച്ച ഡോക്ടർ നരേന്ദ്രദാൽ ബോക്കർ രക്തസാക്ഷി ദിനത്തിൽ ചേർന്ന കൺവെൻഷൻ യു. കലാനാഥൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ അന്ധവിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മന്ത്രവാദ ചികിത്സയെ തുടർന്ന് ആളുകൾ മരിക്കാനിടയായ സംഭവങ്ങൾ ഇതാണ് തെളിയിക്കുന്നത്. അന്ധവിശ്വാസത്തിനെതിരായ പോരാട്ടങ്ങളെ സർക്കാരുകൾ അനുകൂലിക്കുന്നില്ല. ശാസ്ത്രചിന്തയും യുക്തിചിന്തയും വളർത്താനുള്ള ശ്രമങ്ങൾക്ക് സഹായം തേടിയപ്പോൾ നിഷേധാത്മക സമീപനമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അപകടമരണം വല്ലാത്തൊരാഘാതമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നാട്ടുപച്ചയിൽ പങ്കെടുത്ത കലാകാരന്മാർക്ക് ചടങ്ങിൽ ഡോക്ടർ എ. അച്യുതൻ ഉപഹാരം നൽകി. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ. പി. അരവിന്ദൻ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ കെ. പാപ്പുട്ടി, ഡോക്ടർ എ. അച്യുതൻ, പി. പ്രസാദ്, പി. വിജയൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കേരള നദ്ബത്തുൽ മുജാഹിദ്ദീൻ യുവജന വിഭാഗമായ ISM നടത്തിവരുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ 2014-15 അക്കാദമിക് വർഷത്തെ പൊതുപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. സഹല ടി മലപ്പുറം, കുഞ്ഞീമ പി പാലക്കാട്, ജസീല ചെറുപറമ്പ് കണ്ണൂർ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായി. ഒക്ടോബർ 11 കുറ്റ്യാടിയിൽ നടക്കുന്ന QHLS സംസ്ഥാന സംഗമത്തിൽ വെച്ച് മുഴുവൻ റാങ്ക് ജേതാക്കൾക്കും അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് നിസാർ ഒളവണ്ണ, ഡോക്ടർ IA അബ്ദുൾ മജീദ് സുലാഹി തുടങ്ങിയവർ പറഞ്ഞു. 49ാമത് സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 23 മുതൽ 26 വരെ തൊണ്ടയാടുള്ള റൈഫിൾ റേഞ്ചിൽ വെച്ച് നടക്കും. 24 രാവിലെ ജില്ലാ കളക്ടർ N. പ്രശാന്ത് IASന്റെ അധ്യക്ഷതയിൽ ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. 26-ാം തീയതി മത്സരങ്ങളുടെ സമാപന ചടങ്ങിൽ A. പ്രദീപ്കുമാർ MLA, സിറ്റി പോലീസ് ചീഫ് PA വത്സൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കോഴിക്കോട് ജില്ലാ ടേബിൾ ടെന്നീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും അഖില കേരള അടിസ്ഥാനത്തിൽ നടക്കുന്ന ഓൾ കേരള ഓപ്പൺ പ്രൈസ് മണി റാങ്കിംഗ് ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഈ വർഷം ഓഗസ്റ്റ് 21 മുതൽ 23 വരെ കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ടൂർണമെന്റ് ഉദ്ഘാടനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് N. ഭാസ്കരൻ നായരുടെ അധ്യക്ഷതയിൽ ഒളിമ്പ്യൻ V. ദിജു നിർവഹിക്കുമെന്ന് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM നേതൃത്വത്തിലുള്ള ഓണത്തിന് വിഷമില്ലാത്ത പച്ചക്കറി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MLA നിർവഹിച്ചു. ജൈവ പച്ചക്കറി ഉൽപാദക സമിതിയുടെയും സർവീസ് സഹകരണ ബാങ്കുകളുടെയും നേതൃത്വത്തിലാണ് ചന്തകൾ പ്രവർത്തിക്കുക. കാലിക്കറ്റ് ടൗൺ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അരവിന്ദ് ഘോഷ് റോഡിലെ മുഖ്യ ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രമോദ് ഒടുക്കത്തിൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ജൈവ പച്ചക്കറി ഉൽപാദക സമിതി കോർഡിനേറ്റർ P. രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർ KP അബൂബക്കർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, അഡ്വക്കേറ്റ് KS രാജഗോപാൽ, ബാങ്ക് ജനറൽ മാനേജർ E. സുനിൽകുമാർ, ഡയറക്ടർ N. രാഘവൻ എന്നിവർ സംസാരിച്ചു. ഉത്രാട ദിനം വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ ചന്തയുണ്ടാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവജന വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിലപാടുകളുമായാണ് UDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ്. നിയമനിർമ്മാണ സഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഭിന്നശേഷിക്കാർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് ഫോക്കസ്ഡ്. കൊയിലാണ്ടി ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. കണ്ടെയ്നർ ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.